ഹലോ കൂട്ടുകാരെ, നിങ്ങൾ നന്മയും തിന്മയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയാലോ. നമ്മളെ ഒരാൾ അടിച്ചു, തിരിച്ച് നമ്മൾ അടിക്കും അല്ലേ? നമ്മൾ പറയും പകരത്തിന് പകരം, അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പകരം വീട്ടാനുള്ളതാണ് അതിങ്ങനെ വീട്ടും. ശരിക്കും അങ്ങനെയാണോ ചെയ്യേണ്ടത്? പകരം വീട്ടേണ്ടത് ദൈവമല്ലേ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, തിന്മയ്ക്ക് പകരം തിന്മയാണോ ചെയ്യേണ്ടത്? തിന്മയ്ക്ക് പകരം നന്മയല്ലേ കൂട്ടുകാരെ ചെയ്യേണ്ടത്? ഒരു ഉദാഹരണം പറഞ്ഞ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗുണ്ടയുടെ പേര് ബിനുവിന് ഇടാം, അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ ഇട്ടോ. ഗുണ്ടായുസൊക്കെ കാണിച്ച് കൈയൊക്കെ വെട്ടി കാല് വെട്ടി പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷെ ഒരു ദിവസം ഗുണ്ട രാത്രി ഒരു അമ്മച്ചി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടു. അപ്പോൾ ഗുണ്ടയ്ക്ക് മനസ്സലിവ് വന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്യുന്നറിയാമോ? അമ്മച്ചിക്ക് അറിഞ്ഞില്ല ഇത് ഗുണ്ടയാണെന്ന്. അമ്മച്ചി ഒരു കാര്യം ചെയ്തു, മോൻ നന്നാവും, ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരു നല്ല ഒരു വാക്ക് പറഞ്ഞു. അത് ഗുണ്ടയുടെ മനസ്സ് നന്നായിട്ട് സ്പർശിച്ചു. കാരണം ഗുണ്ടയോട് ഇതുപോലെ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടേയില്ല. അപ്പോൾ ഗുണ്ടയ്ക്ക് മനസ്സിലായി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് നല്ലത് കിട്ടും. ഗുണ്ട ഓരോ ദിവസവും എന്ത് ചെയ്യുന്നറിയാമോ? പാവപ്പെട്ടവരെ സഹായിച്ചു തുടങ്ങി. പാവപ്പെട്ടവരെ സഹായിച്ചു തുടങ്ങി. ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വന്നാൽ അവരെ കൈത്താങ്ങി തുടങ്ങി. അങ്ങനെ ഗുണ്ട പതിയെ ഒരു സോഷ്യൽ വർക്കറായി മാറി. അപ്പോൾ തോന്നും, അത് എങ്ങനെയാ ഒരു ഗുണ്ട സോഷ്യൽ വർക്കറാവണ അല്ലേ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കാണൂലേ? ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒരു ഗുണ്ടയ്ക്ക് എന്തുണ്ട്? മനുഷ്യനാണ്. ഗുണ്ടയ്ക്ക് 2 സ്പിരിറ്റ് കാണും. ഒന്ന് ആത്മാവിൻ്റേത്, 2 ആയതായിരിക്കും ദുരാത്മാവിൻ്റേത്, അല്ലെങ്കിൽ സാത്താൻ്റേത്. ഗുണ്ടയുടെ പ്രവൃത്തി സാത്താൻ്റെ പ്രവൃത്തിയാണോ? അപ്പോൾ സാത്താൻ്റെ പ്രവൃത്തി ദുരാത്മാവിൻ്റെ വലിപ്പം. ഗുണ്ട ചെയ്യുന്ന കൊലപാതകവും വെട്ടും കുത്തായതുകൊണ്ട് തന്നെ വലിപ്പം കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ മാലാഖ ഉണ്ടായിരിക്കും ഈ ഗുണ്ടയ്ക്ക്. പക്ഷെ അതെന്തായിരിക്കും? ചെറുതായിരിക്കും ഗുണ്ടയ്ക്കുള്ളിൽ. പക്ഷെ എപ്പോഴാണോ ഈ ഗുണ്ട ബിനു, നിങ്ങൾക്ക് ഉള്ള പേര് ഇട്ടോളൂ, കുഴപ്പമില്ല, ഗുണ്ട ബിനു നല്ല പ്രവൃത്തികൾ ചെയ്തു തുടങ്ങി. അപ്പം മാലാഖ വലുതായി തുടങ്ങി. ദുരാത്മാവിൻ്റെ വലിപ്പം ചെറുതായി തുടങ്ങി. മനസ്സിലായോ? അങ്ങനെ അവസാനം ഗുണ്ടയുടെ ഉള്ളിൽ വെളിച്ചം വന്ന് അവസാനം ഗുണ്ട കൊലപാതകം ചെയ്യാതെയായി. അയാൾ ഒരു നല്ല മനുഷ്യനായി മാറി. മനസ്സിലായോ? അപ്പോൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്തുകൊണ്ട് ഒരാളെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. ഇപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കും ചില. മനസ്സിലായോ? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്തുകൊണ്ട് ഒരാളെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിനോട് അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റും.
അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഉത്തരം.